നമസ്കാരം. ഇടവമാസവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ ഇടവമാസത്തിൽ തുളസി നിങ്ങളുടെ വീടുകളിൽ പൂക്കുകയാണ് എങ്കിൽ ആ വീട്ടിലെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ വീടുകളിൽ തുളസി പൂത്തിയിട്ടുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. വീടുകളിൽ തുളസി പൂക്കുന്നത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. അത് ലക്ഷ്മി നാരായണ കടാക്ഷത്തെ, സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ, സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷത്തെ സൂചിപ്പിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ തുളസി വളർത്തുന്നതും ഈ ദിശയിൽ പൂക്കുന്നതും ഇരട്ടി നേട്ടം തന്നെയാണ് നൽകുക. വൈശാഖ മാസത്തിൽ ചില പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതിൽ ആദ്യത്തേതായ കാര്യം, ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഒരു അംഗവുമായി ബന്ധപ്പെട്ട് ഒരു ശുഭകരമായ വാർത്ത സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അല്ലെങ്കിൽ ശുഭകരമായ വാർത്തകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഏതൊരു വ്യക്തിയും മാറ്റങ്ങളിലൂടെ കടന്ന് പോകുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതുമായ ഒരു മാറ്റം ജീവിതത്തിൽ സംഭവിക്കാം. ഒരു ശുഭകരമായ മാറ്റം അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതെയാണ് എങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതും എന്നാൽ ഇപ്പോൾ നടക്കില്ല എന്ന് വിചാരിക്കുന്നതായ മാറ്റമാകാം. അത്തരം ചില കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നു എന്നതാണ് വാസ്തവം. അപ്രതീക്ഷിതമായി, അതായത് സാധാരണ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു വ്യക്തിയിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ, ധനനേട്ടത്തിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വർദ്ധിക്കും. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അത്തരത്തിൽ ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുക, ധനപരമായ ആവശ്യങ്ങൾ പെട്ടെന്ന് മറ്റൊരു വ്യക്തിയുടെ സഹായത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരുക, അത്തരത്തിൽ പല കാര്യങ്ങളും ധനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കടം, ലോൺ, ചിട്ടി, അങ്ങനെ എന്ത് തന്നെയാണ് എങ്കിലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ആ കാര്യങ്ങൾ അടയ്ക്കുവാനുള്ള അവസരം അല്ലെങ്കിൽ പണം അടച്ച് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ഒരു പക്ഷേ ടെൻഷൻ അടിച്ചു എന്ന് വരാം. അത് സംഭവിക്കില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. എന്നാൽ അപ്രതീക്ഷിതമായി ധനം പ്രതീക്ഷിക്കാത്ത വ്യക്തിയുടെ സഹായത്താലോ മറ്റോ കൈകളിലേക്ക് വന്നു ചേരും. ആവശ്യങ്ങൾ നടക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. അത് മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. മുടങ്ങിപ്പോകാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന, അതിന് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള മാസമായി ഇടവമാസം മാറാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ ഈ മാസം വളരെയധികം സാധ്യത കൂടുതലായി തീരും. ഉദാഹരണത്തിന്, നിങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുവാൻ ആവശ്യപ്പെടുന്നതായ ദുശീലമാകാം. ഒരു ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുശീലം അവർ തന്നെ മാറ്റുന്നതായ സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ നിർബന്ധത്താൽ അതവർ ഒഴിവാക്കുന്നതായ സാഹചര്യം വന്നു ചേരാം.
അവർക്ക് ഉയർന്ന വിദ്യ, അതായത് വിദ്യയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യം വന്ന് ചേരുന്നതുമാകാം. വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹ കാര്യങ്ങൾ സന്താനങ്ങൾക്ക് നോക്കുന്നു അഥവാ മക്കൾക്ക് നോക്കുന്നു എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. അനുകൂലമായ അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരാം. ഇനി വിവാഹവുമായി ബന്ധപ്പെട്ട് അഥവാ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിൽ ചില പ്രയാസങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായ ചില ഇടപെടലുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കാം. തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, തൊഴിൽ ലഭിക്കുക, അത് താൽക്കാലിക തൊഴിലാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം സന്താനങ്ങൾക്ക് വന്നു ചേരാം. പലവിധ ആകുലതകൾ അമ്മമാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നതാണ്. അത്തരത്തിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ആകുലതകൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനായി പുതിയൊരു വഴി തുറക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ചില വഴികൾ സന്താനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ ഈ മാസം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ദീർഘദൂര യാത്രകൾ അത് ആ കുടുംബത്തിലെ ഒരംഗത്തിന് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവർ ആഗ്രഹിക്കുന്ന യാത്ര അത് കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരംഗത്തിനോ ഈ ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലായി തീരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങളാകാം, അല്ലെങ്കിൽ വളരെ കാലമായി പോകണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നതായ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാകാം. ദീർഘനാൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ സന്തോഷകരമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. വീട് മോടി പിടിപ്പിക്കുക, വീടുമായി ബന്ധപ്പെട്ട് ചില പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക, അത്തരം ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അതുമായി ബന്ധപ്പെട്ട് ധനവുമായി ബന്ധപ്പെട്ട് ചില ആകുലതകളുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ വീട് മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധനപരമായ ആവശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. തർക്കിച്ചു നിന്നവർ, അത് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗം മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആ തർക്കങ്ങൾ അവസാനിക്കുകയും നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കുന്നതായ സാഹചര്യം പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭകരമായി തീരും. അതായത് അത്തരത്തിൽ ഒരു ചിന്ത വരുന്നതും അതിനായി പ്രവർത്തിക്കുകയും അഥവാ ശ്രമിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് അനുകൂലമായി തീരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. വളരെയധികം കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളെ, സുഹൃത്തുക്കളെയാകാം അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെയാകാം, അപ്രതീക്ഷിതമായി കാണുന്നതായ സാഹചര്യം നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും. അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. കൂടാതെ വളരെ കാലമായി ചിന്തിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യം, ആഗ്രഹങ്ങൾ ചിലത് നടക്കുന്നതായ സാഹചര്യവും ജീവിതത്തിലേക്ക് വന്നു ചേരാം. നടക്കില്ല എന്ന് വിചാരിച്ചതായ കാര്യമായിരിക്കാം സംഭവിക്കുക. അത്തരത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. തുളസി പൂക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഇടവമാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ വീട്ടിലെ ഒരംഗത്തിനോ അല്ലെങ്കിൽ അംഗങ്ങൾക്കോ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിക്കും.